بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ വൈവാഹിക രംഗത്ത് നാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഇസ്ലാമികമായ അച്ചടക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിലൂടെ വിശദീകരിക്കപ്പെട്ടത്. ഇന്ന് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദമ്പതികൾ പരസ്പരം പാലിക്കേണ്ടുന്ന അഥവാ ഭാര്യാഭർത്താക്കൾ പരസ്പരം വളരെ ശ്രദ്ധയോടുകൂടി കാത്തു സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളിലേക്കാണ് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തെ വിശദീകരിക്കുവാനുള്ളത്. ഇന്ന് എല്ലാ രംഗത്തും പലപ്പോഴും കാണുന്ന ഒരു യാഥാർത്ഥ്യം, എല്ലാ വിഭാഗം ആളുകളും അവരവർക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങളെ സംബന്ധിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ്. മറ്റുള്ളവരോട് തനിക്ക് എന്തെല്ലാം കടമകളുണ്ട്, ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട് എന്നത് ഓർക്കാതെ പോവുകയും തനിക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ കിട്ടിയില്ല എന്ന് പരാതി പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണെന്ന് എല്ലാ രംഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ദാമ്പത്യ ജീവിത മേഖലയിലും നമുക്കത് ധാരാളമായി കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നു. ഭാര്യമാർ അവരുടെ ഭർത്താക്കളിൽ നിന്നുള്ള അവകാശങ്ങൾ തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുമ്പോൾ ഭർത്താക്കന്മാർ ഭാര്യമാരിൽ നിന്ന് തങ്ങൾക്കുള്ള അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് അവരും പരാതിപ്പെടുന്നു. വാസ്തവത്തിൽ ഇസ്ലാം ഈ രംഗത്ത് ഓരോ വിഭാഗം ആളുകളും എന്തെല്ലാം കടമകളും കടപ്പാടുകളും ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗം ആളുകളും അഥവാ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ ഭാര്യമാരും എല്ലാം അവർ മറ്റുള്ളവരോട് എന്തൊക്കെ കടമകളും കടപ്പാടുകളും ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നും അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തെല്ലാം അവകാശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നും ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ടും ഒരുപോലെ ഉൾക്കൊള്ളുമ്പോഴേ
ജീവിതം ഭംഗിയാർന്ന നിലക്കും സമാധാനപൂർണമായും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ തനിക്ക് കിട്ടേണ്ടുന്ന കണക്കുകൾ മാത്രം ഓർത്തുവെക്കുകയും താൻ കൊടുക്കാനുള്ളത് തീർത്തും വിസ്മരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും സമാധാനത്തിന് പകരം സമാധാനമില്ലായ്മയും ശാന്തിക്ക് പകരം അശാന്തിയും സ്വൈരത്തിന് പകരം സ്വൈരക്കേടും മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇസ്ലാം ഓരോരുത്തരോടും പറഞ്ഞ കടമകൾ, ഭർത്താവിന് ഭാര്യയോടെന്തെല്ലാം കടമകളുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിനോടെന്തെല്ലാം കടമകളുണ്ട്, ഇതൊക്കെ വേറെ വേറെ തന്നെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിരുത്തി പഠിക്കുകയും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു ഭർത്താവിനോട് അതല്ലെങ്കിൽ പുരുഷ ലോകത്തോട് എന്തൊക്കെ കടമകളാണ് തന്റെ ഭാര്യയോട് ചെയ്തു തീർക്കേണ്ടത് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇസ്ലാം വിമർശകന്മാർ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഇസ്ലാമിക സൊസൈറ്റിയിൽ സ്ഥാനം ലഭിക്കപ്പെടാതെ പതിതകളും അതുപോലെ തന്നെ പീഡിതരുമായ ഒരു ജനവിഭാഗമാണ് ഇസ്ലാമികമായ സൊസൈറ്റിയിൽ മുസ്ലിം സ്ത്രീകൾ എന്ന് പലപ്പോഴും ആരോപണങ്ങൾ പറയാറുണ്ട്. ഒരു സ്ഥാനവും ഇസ്ലാം സ്ത്രീകൾക്ക് വകവെച്ചു കൊടുത്തിട്ടില്ലെന്നും പരിശുദ്ധ ഖുർആൻ ഇതുവരെയായി പുരുഷ വായന മാത്രമേ നടന്നിട്ടുള്ളൂ എന്നും അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ഇനി സ്ത്രീകളൊന്ന് വായിക്കണമെന്നും ഒരു സ്ത്രീപക്ഷ തഫ്സീർ ഇറങ്ങണമെന്നുമൊക്കെ ഇപ്പോൾ ചില വനിതാ വിമോചനത്തിന് വേണ്ടി, വനിതകളുടെ സമുദ്ധാരണത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിന്റെ ശത്രുത ഉള്ളിൽ വെച്ചുകൊണ്ട് ചില ഒളി അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ചില സൂഫിച്ചികളൊക്കെ, അങ്ങനെ തന്നെ പറയാം, സൂഫിച്ചികൾ, അതല്ലെങ്കിൽ സൂഫി വനിതകളുടെ മഹാസമ്മേളനം നമ്മുടെ മോദിയുടെയൊക്കെ ആശീർവാദത്തോടുകൂടി, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയൊക്കെ ആശീർവാദത്തോടുകൂടി സൂഫി വനിതാ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആസ്ഥാനത്ത്, ഇന്ത്യ രാജ്യത്തിന്റെ ആസ്ഥാന നഗരിയിൽ അവരൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ പറയുകയും പ്രണയം പാസാക്കുകയും ചെയ്തതൊക്കെ പത്രധാര നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതായത് ഇസ്ലാമിൽ ഇതുവരെ പുരുഷപക്ഷ വായന മാത്രമേ നടന്നിട്ടുള്ളൂ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഖുർആൻ വ്യാഖ്യാനിച്ചതൊക്കെ പുരുഷന്മാർക്ക് ഒപ്പിച്ചാണ്. ഒരു പുരുഷാധിപത്യമാണ് എല്ലാ രംഗത്തും കാണുന്നത്. അതുകൊണ്ട് ഒരു സ്ത്രീപക്ഷ വായന നിർബന്ധമാണ്. അങ്ങനെ സ്ത്രീകളുടേതായ ഉന്നമനവും അവരുടേതായ പുരോഗതിയുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഒരു കണ്ണോടുകൂടി ഖുർആൻ ഒരു പുനർവായന നടത്തണം. ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ഒരു പഠനം ഇനി വേറെ പെണ്ണുങ്ങളോട് നടത്തണം പോലും ഒരു വിഭാഗം ആളുകൾ. അങ്ങനെ നടത്തിയിട്ട് ഈ പുരുഷലോകം കടത്തിക്കൂട്ടി എന്ന് അവര് പറയുന്ന ഒരുപാട് നിയമങ്ങളെ പൊളിച്ചെഴുതണം. അങ്ങനെ ഇവിടുത്തെ സ്ത്രീകൾക്ക് ഖുർആനിൽ വകവച്ചിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ പുരുഷലോകം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ തഫ്സീറുകളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു സ്ത്രീപക്ഷ വായന നടത്തണം. കാരണം ഇസ്ലാം അത്രക്കും ഇന്നുള്ള നിയമങ്ങൾ ക്രൂരമാണ് സ്ത്രീകളോട് എന്നതാണ് പുറത്തേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിമീങ്ങളെ സംരക്ഷിക്കാനെന്ന നിലക്ക് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു നിലക്കും ഇസ്ലാമിനോട് യോജിക്കാത്ത അന്ധവിശ്വാസങ്ങളുടെ കേളീരംഗവും കേന്ദ്രവുമായ സൂഫികൾ എന്ന് പറയുന്ന വിഭാഗം ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മുസ്ലിമീങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ഇസ്ലാമിനോളം സ്ത്രീക്ക് ആദരവ് നൽകിയ ഒരു മതം, ഇസ്ലാമിനോടും സ്ത്രീകളുടെ അവകാശങ്ങളെ വളരെ കൃത്യമായി ചർച്ച ചെയ്യുകയും ആ രംഗത്തേക്ക് ആവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങളും നിയമസംഹിതകളും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു തത്വശാസ്ത്രം, ഒരു തത്വസംഹിത ഇസ്ലാമല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മുസ്ലിം സ്ത്രീകൾക്ക്. ഒരു സ്ത്രീ ഭാര്യയായി കഴിഞ്ഞാൽ ആ ഭർത്താവിന് ഭാര്യയോടുള്ള കടമകളെ വളരെ കൃത്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതൊക്കെ തമസ്കരിച്ചുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഇസ്ലാം സ്ത്രീകളോട് ക്രൂരത കാണിക്കുന്നു എന്നും ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും വകവെച്ചു കൊടുക്കുന്നില്ല എന്നുമൊക്കെ ഇസ്ലാം വിരുദ്ധ ലോബികൾ
അവരുടേതായ ചില സ്വപ്ന പദ്ധതികളുമായി ഒളി അജണ്ടകളുമായി മുന്നോട്ട് വന്നുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം ഒരു ഭാര്യയോട് എന്തൊക്കെ കടമകൾ ഭർത്താവിനുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, തിരിച്ചുമുണ്ട്. ഓരോന്നും അതാതിൻ്റെതായ രൂപത്തിൽ ഇസ്ലാം പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, വിവാഹം കഴിഞ്ഞാൽ വിവാഹിതരായ ദമ്പതികളിൽ ഭർത്താവിന് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന സാമ്പത്തികമായ കാര്യത്തെ സംബന്ധിച്ച് തന്നെ നമുക്ക് ആദ്യമായി വിശദീകരിക്കാനുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ വിവാഹിതയാകുന്നതോടുകൂടി സമ്പത്ത് ചെലവഴിക്കേണ്ടുന്ന ഒരു മേഖലയും സ്ത്രീ സമൂഹത്തിന്റെ മേൽ അള്ളാഹു അടിച്ചേൽപ്പിച്ചിട്ടില്ല. എല്ലാ ബാധ്യതകളും പുരുഷ ലോകത്തിന്റെ മേലാണ് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളെക്കാൾ പുരുഷന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കാണ് ഒരു കുടുംബത്തിലെ അധികാരമെന്നും അവർക്കാണ് കൈകാര്യാധികാരമെന്നും അവർക്കാണ് സ്ത്രീകളെ അപേക്ഷിച്ച് ഒരു കുടുംബത്തിന്റെ പവറെന്നുമൊക്കെ അള്ളാഹു തആല പുരുഷ ലോകത്തിന് വെച്ചുകൊടുത്തത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. വളരെ കൃത്യമായി അല്ലാഹു തആല പഠിപ്പിച്ചു, പുരുഷന്മാർ, ആ പുരുഷന്മാരാണ് സ്ത്രീകളുടെ മേൽ കൈകാര്യാധികാരമുള്ളവർ. സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടവർ പുരുഷന്മാരാണ്. അതിന് അല്ലാഹു രണ്ട് കാരണങ്ങളാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ. ഒന്നാമത്തെ കാരണം, പ്രകൃത്യാ തന്നെ അല്ലാഹു ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ചില പ്രത്യേകതകളും ചില പ്രത്യേകമായ കാര്യങ്ങളുമൊക്കെ അല്ലാഹു തആല നൽകിയിട്ടുള്ളത് കൊണ്ട് സ്ത്രീകളുടെ മേൽ അധികാരം, അതുപോലെ തന്നെ അതിൻ്റെതായ നിയന്ത്രണാധികാരം ഏറ്റെടുക്കാനുള്ള കെൽപ്പും പവറും അല്ലാഹു പുരുഷനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാരണം അല്ല പറഞ്ഞത്, വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പ്രകൃതിപരമായ പ്രത്യേകതകൾക്ക് പുറമേ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാരാണ് അവരുടെ സമ്പത്തുക്കളിൽ നിന്ന് ചെലവഴിക്കാൻ കടമപ്പെട്ടവർ. ഒരു സ്ത്രീ ഒരു രംഗത്തും ചെലവഴിക്കാൻ നിർബന്ധിക്കപ്പെട്ടവളല്ല. സമ്പന്നയായ പെണ്ണാണെങ്കിൽ പോലും, സമ്പന്നയായ ഭാര്യയാണെങ്കിൽ പോലും ഭർത്താവിന് ചെലവിന് കൊടുക്കാനോ മക്കളുടെ ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, പാർപ്പിടം പോലെയുള്ള ചെലവിന്റെ കാര്യത്തിൽ അവരെ നിർബന്ധിക്കാനോ പാടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ രംഗത്ത് കൃത്യമായ നിയമങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. വഖദ് അജ്മഅ ഉലമാഉൽ മുസ്ലിമീൻ അലാ വുജൂബി നഫഖാത്തി الزوجات على أزواجهن بشرط تمكين المرأة نفسها لزوجها. മുസ്ലിം ലോക പണ്ഡിതന്മാര്, മുസ്ലിമീങ്ങളായ ഉലമാ മുഴുവനും ഏകകണ്ഠേന പറഞ്ഞ കാര്യമാണ്. ഭാര്യമാരുടെ ചെലവുകൾ മുഴുവനും വഹിക്കൽ ഭർത്താക്കന്മാർക്കാണ് നിർബന്ധമായിട്ടുള്ളത്. ഭർത്താക്കന്മാരാണ് ഭാര്യമാർക്ക് ചെലവിന് നൽകേണ്ടത്. കുടുംബത്തിന് ചെലവിന്റെ കാര്യങ്ങൾക്ക് വേണ്ട വകകൾ കണ്ടെത്തേണ്ടത് ബിശർത്ത് തംകീനിൽ മർഅത്തി നഫ്സഹാ ലിസൗജിഹാ. വിവാഹം കഴിഞ്ഞ് ഒരു ഭാര്യ തന്റെ ശരീരം തന്റെ ഭർത്താവിന് വിധേയപ്പെടുത്താൻ അവയെ അതിനവൾ അനുവദിക്കണം എന്ന ഉപാധിയുണ്ട്. അതേവസരത്തിൽ വിവാഹം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, നിങ്ങൾ എന്നെ സ്പർശിക്കാൻ പാടില്ല, നിങ്ങൾ എന്റെ ഭർത്താവൊക്കെ തന്നെയാണ്, പക്ഷെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് ചറച്ചു നിൽക്കുകയാണെങ്കിലോ എതിർത്ത് നിൽക്കുകയാണെങ്കിലോ അപ്പോൾ അവൾക്ക് ചെലവിന് കൊടുക്കാനും ബാധ്യതയില്ല, അവളെ സംരക്ഷിക്കേണ്ട ചുമതലയുമില്ല. അതേ അവസരത്തിൽ വളരെ കൃത്യമായ ഒരു വിവാഹം കഴിഞ്ഞ് ആ വിവാഹിതയായ പെണ്ണ് തന്റെ ഭർത്താവിന്റെ ഇംഗിതത്തിനനുസരിച്ചുകൊണ്ട് ഒരു ഹലാലായ പെണ്ണ് എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ആശകൾ നിവർത്തിച്ചു കൊടുക്കുന്നതിന് തടസ്സമാകാത്ത നിലക്ക് ജീവിക്കുന്നിടത്തോളം കാലം ആ സ്ത്രീയുടെ മുഴുവൻ ചെലവുകളും വഹിക്കൽ പുരുഷലോകത്തിന് അഥവാ ഭർത്താക്കന്മാർക്കാണ് നിർബന്ധമായിട്ടുള്ളത്. ഭർത്താവിനാണ് അതിന്റെ മുഴുവൻ ബാധ്യതയും. ഇനി ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മഖ്സൂദ് ബിൻ നഫഖ, ചെലവഴിക്കൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തൗഫീറു മാ തഹ്താജു ഇലൈഹി സൗജ മിൻ തആമിൻ വമസ്കനിൻ, ഒരു പെണ്ണിന് ആവശ്യമായ നിലക്കുള്ള
അവളുടെ ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, പാർപ്പിടം, ചികിത്സ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഫതജിദു ലഹാ ഹാദിഹിൽ അശിയാ വഇൻ കാനത് ഗനിയതൻ. ഇതൊക്കെ ഒരു പെണ്ണിന് കിട്ടേണ്ട അവകാശമാണ്, ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടുന്ന അവകാശമാണ്. നിർബന്ധമായും ഭർത്താവ് ഭാര്യയ്ക്ക് ഇതൊക്കെ നൽകണം. വഇൻ കാനത് ഗനിയതൻ, അവൾ സമ്പന്നയാണെങ്കിലും ശരി, നല്ല കഴിവുള്ള പെണ്ണാണ്, നിനക്ക് നല്ല സ്വത്തുണ്ടല്ലോ, അതുകൊണ്ട് നീ കൊണ്ടുപോവാ നിന്റെ വരയിൽ നിന്ന്, അല്ലെങ്കിൽ നിന്റെ സമ്പത്തെടുത്തിട്ട് ഇവിടെ ചെലവിന് നടത്ത്, നിന്റെ സമ്പത്തെടുത്ത് വീടുണ്ടാക്ക്, നിന്റെ സമ്പത്ത് കൊണ്ട് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്ത്, നിന്റെ സമ്പത്തെടുത്ത് കുട്ടികളുടെ ഫീസടക്ക് എന്നൊന്നും ഒരു ഭർത്താവിന് പറയാൻ റൈറ്റ് ഇല്ല, അവകാശമില്ല. ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ്, സാമ്പത്തിക ശേഷിയുള്ള ഒരു ഭാര്യ വല്ലതും കണ്ടറിഞ്ഞ് കുടുംബത്തിലേക്ക് ഇറക്കി ചെലവഴിക്കുന്നുവെങ്കിൽ അത് അവളുടെ സന്മനസ്, അത് അവൾക്ക് പുണ്യം കിട്ടുന്ന ഒരു കാര്യം. എന്നാൽ അവകാശമില്ല. മുഴുവൻ ഉത്തരവാദിത്വവും ആർക്കാണ് ഇസ്ലാം നിർബന്ധമാക്കുന്നത്? ഭർത്താവിനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കണം. പലപ്പോഴും പറയാറുണ്ട്, ഒരു പുരുഷപക്ഷ വായന മാത്രമേ ഖുർആനിന് നടത്തിയിട്ടുള്ളൂ, സ്ത്രീപക്ഷ വായന നടത്തുമ്പോ സ്ത്രീക്കും പുരുഷനെ പോലെ തുല്യ സ്വത്തവകാശം വേണം. എന്തിനാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ പകുതിയായി നിശ്ചയിച്ചതെന്തിനാ? അതുപോലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പോക്കറ്റ് മണിയാണ്. കാരണം വിവാഹിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ചെലവിന് നടത്തേണ്ടുന്ന ഒരു മേഖലയും ഇസ്ലാം പറഞ്ഞിട്ടില്ല. മുഴുവൻ ഉത്തരവാദിത്വവും പുരുഷനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് കൂടുതൽ അല്ലാഹു തആല വിധിച്ചു. എന്നാൽ ചെലവിനൊന്നും കൊടുക്കേണ്ടതില്ലാത്ത ഒരു ഭാര്യ, ഒരു സ്ത്രീക്ക് അവൾക്കുമുണ്ട് അവളുടേതായ മാതാവിന്റെയും പിതാവിന്റെയും ഒക്കെ സ്വത്തവകാശത്തിൽ നിന്ന് തന്റെ ആങ്ങളക്ക് കിട്ടുന്ന, അതല്ലെങ്കിൽ തന്റെ പുരുഷന്മാർക്ക് കിട്ടുന്നതിന്റെ പകുതി, അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്നതിന്റെ 2 ഇരട്ടി പുരുഷന്മാർക്ക് കിട്ടുന്നു. എന്തുകൊണ്ട്? ചെലവഴിക്കേണ്ടതൊക്കെ പുരുഷന്മാരാണ്. ഇസ്ലാമികമായിട്ട് ചെലവഴിക്കേണ്ടതൊക്കെ പുരുഷന്മാരാ. അവർക്ക് ചെലവഴിക്കേണ്ട ഒരു ഘട്ടം വരുന്നില്ല. എന്നാൽ തന്നെയും അള്ളാഹു അവർക്ക് ഒന്നുപോലും അല്പം പോലും സ്വത്ത് കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം അവർക്ക് ഒരു പുരുഷന് ലഭിക്കുന്നതിന്റെ പകുതിയെങ്കിലും ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി തന്നെ പഠിപ്പിച്ചത്. ഇതൊക്കെ ഒരുപാട് വിഷയങ്ങൾ സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾ പോലും ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെതിരെ കുതിര കയറുന്നവരുടെ മുമ്പിൽ നാവടക്കി മൗനം പാലിച്ച് ഇറങ്ങിപ്പോരേണ്ടുന്ന ഒരു ദുർഗതി ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് സംഭവിക്കുന്നുവെങ്കിൽ എന്താണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാമിക ശരീഅത്തിൽ പുരുഷനുള്ള ബാധ്യത എന്ത്, സ്ത്രീക്കുള്ള ബാധ്യത എന്ത്, മുസ്ലിമീങ്ങളോട് ചോദിച്ചാൽ അവരെ അറിയൂല. കാരണം അവർക്ക് ശരീഅത്തൊന്നും പഠിക്കാൻ നേരമില്ലല്ലോ. ഇസ്ലാമിന്റെ ശത്രുക്കളാണെങ്കിൽ ഇതിങ്ങനെ ചെകഞ്ഞു കുത്തിരുന്ന് പഠിക്കാണ്. എന്നിട്ട് അവരിങ്ങനെ ഉന്നയിക്കുന്ന വാദങ്ങളാണ് മീഡിയകൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അവർ കൊണ്ടുവരുന്ന വാദങ്ങൾക്കാണ് മീഡിയ വൻ കവറേജ് കൊടുക്കുന്നത്. അതാണ് സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. പ്രതിരോധിക്കേണ്ടവർക്കോ അറിവുമില്ല, അവർ പഠിച്ചിട്ടുമില്ല, മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ആ സുഹൃത്തുക്കളെ വളരെ അടിവരയിട്ടുകൊണ്ട് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇസ്ലാം സ്ത്രീ സമൂഹത്തിന് അവളൊരു ഭാര്യയായി തീരുമ്പോൾ മുതൽ എത്രത്തോളം ആദരവാണ് നൽകിയിട്ടുള്ളത്. പുരുഷനോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ചെലവിന് കൊടുക്കേണ്ടെന്ന ബാധ്യത നിന്റെ മേലാണുള്ളത്. പരിശുദ്ധ ഖുർആൻ അതൊക്കെ വിശദീകരിക്കുന്നിടത്ത്, അത് സംബന്ധമായ നിയമങ്ങളൊക്കെ പറയുന്നിടത്ത് വളരെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് സംസാരിച്ചിട്ടുള്ളത്. പലപ്പോഴും സുഹൃത്തുക്കളെ ഒരു സംശയം എല്ലാ ആളുകളിലും വരൽ സ്വാഭാവികമാണല്ലോ. ചെലവിന് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, താമസ സൗകര്യം കൊടുക്കണം, രോഗിയായാൽ ചികിത്സിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. ഗർഭിണിയായാൽ അതിൻ്റെതായ ചെലവുകൾ, പ്രസവിക്കുമ്പോൾ അതിൻ്റെതായ ചെലവുകൾ, കുഞ്ഞിന് വേണ്ട ചെലവുകളിലെല്ലാം ഇസ്ലാം പുരുഷന്മാരുടെ മേൽ നിർബന്ധമാക്കുന്നു. അവിടേക്ക് ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും, ഇസ്ലാം അതിന് കൃത്യമായ വല്ല അളവും നിശ്ചയിച്ചിട്ടുണ്ടോ? വല്ല കൃത്യമായ അളവും നിശ്ചയിച്ചിട്ടുണ്ടോ? ഇത്ര ശതമാനമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ലോകത്തത് പ്രായോഗികമാവില്ലെന്ന് അള്ളാഹുവിനറിയാലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അവിടെയൊക്കെ പറഞ്ഞൊരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം. ഇവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം എന്നൊക്കെ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, അലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ് ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വസ്അഹാ. സൂറത്തുൽ ബഖറയിലെ 233-ാമത്തെ ആയത്തിൽ കാണാം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം. അത് മക്കളുണ്ടായി കഴിഞ്ഞാലുള്ള നിയമം പറഞ്ഞതാണ്, അല്ലെങ്കിൽ അതിന്റെ മുമ്പും അങ്ങനെ തന്നെ. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കണം, അതുപോലെ തന്നെ വസ്ത്രം കൊടുക്കണം. എന്നിട്ട് പറഞ്ഞ വാചകമാണ്
ഏത് കാലഘട്ടത്തേക്കും പ്രായോഗികമായ വാചകമാണ് ഖുർആൻ പറഞ്ഞത്. ശതമാനവും അളവും തോതും കണക്കൊന്നും പറഞ്ഞില്ല. അത് നിർണയിക്കാൻ കഴിയൂല. കാരണം ഈ കാലഘട്ടത്തിൽ കൊടുക്കുന്ന ഫുഡ് ആവില്ല, വരാൻ പോകുന്ന ഒരു തലമുറയുടെ കാലഘട്ടത്തെ വേണ്ടി വരില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെയും നമ്മുടെയൊക്കെ വീടിന്റെയും ഒരു തോതിലായിരുന്നില്ല മുൻതലമുറ കഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇതിനൊരു തോത് നിശ്ചയിച്ചില്ല. ഇസ്ലാം എന്ത് പറഞ്ഞു? ബിൽ മഅറൂഫ്. ബിൽ മഅറൂഫ് വല്ലാത്തൊരു അത്ഭുതമുള്ള പ്രയോഗമാണ്. ബിൽ മഅറൂഫ് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്കും പ്രായോഗികമായ പദമാ ഖുർആൻ പറഞ്ഞത്. ബിൽ മഅറൂഫ്. ആ നാട്ടിലെ നടപ്പനുസരിച്ച് സദാചാര മര്യാദ അനുസരിച്ച്. അപ്പൊ ഓരോ കുടുംബത്തിനും അത് വ്യത്യസ്തമാവും. നല്ല സമ്പന്നമായ ഒരു കുടുംബത്തിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടി, ആ വീട്ടിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ട ഭക്ഷണം എന്താണ്? അവർക്ക് കൊടുക്കേണ്ട വസ്ത്രം എന്താണ്? അവർ ജീവിച്ചു വന്ന സാഹചര്യം, ചുറ്റുപാട്, അതിനൊക്കെ കണക്കാക്കിയിട്ട് കഴിവുള്ള ഭർത്താവാണെങ്കിൽ അതിനനുസരിച്ച്, കഴിവില്ലാത്ത ഭർത്താവാണെങ്കിൽ അതിനനുസരിച്ച്. അതുകൊണ്ട് ഇസ്ലാം കണക്കൊന്നും പറഞ്ഞില്ല. ബിൽ മഅറൂഫ്. ഓരോരുത്തരുടെയും സദാചാര മുറപ്രകാരം മര്യാദ അനുസരിച്ച്, നാട്ടിലെ നടപ്പനുസരിച്ച് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, വീടുണ്ടാക്കി കൊടുക്കുക, താമസ സൗകര്യം ചെയ്തു കൊടുക്കുക, മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വസ്അഹാ. ഒരാത്മാവിനോടും ഒരു ശരീരത്തോടും അതിന്റെ കഴിവിൽപ്പെട്ടതല്ലാത്തത് നിർബന്ധിക്കപ്പെടുന്നേ ഇല്ല. ഓരോരുത്തരുടെയും കഴിവെന്താണോ ആ കഴിവാണ് പരിഗണിക്കപ്പെടുക. ഒരു ചെലവിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പെണ്ണ് കോടതിയെ സമീപിച്ചു എന്ന് വിചാരിക്കുക. ഖാദി എന്താ നോക്കുക? ജഡ്ജി എന്താ നോക്കുക? എന്താണ് ഈ പെണ്ണിന്റെ പരാതി? അതിന് ഈ പുരാപ്പള, ഈ ഭർത്താവ് എന്താണ് അയാളുടെ സാമ്പത്തിക ശേഷി? എല്ലാവർക്കും ഒരേപോലെ അല്ല വിധിക്കുക. എല്ലാവർക്കും ഒരേപോലെ എല്ലാ വിധി വരിക കോടതിയിൽ നിന്ന്. എന്താ കാരണം? ഓരോരുത്തരുടെ ശേഷി അനുസരിച്ച് ചെലവഴിക്കാനാ പറഞ്ഞത്. ഉള്ളവൻ ഉള്ളതുപോലെ, ഇല്ലെങ്കിലോ ഇല്ലാത്തതിനനുസരിച്ച്. അതിനനുസരിച്ചാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇനി സൂറത്ത് ത്വലാഖിലെ 7-ാമത്തെ ആയത്തിൽ കാണാം, ലിയുൻഫിഖ് ദു സഅതിൻ മിൻ സഅതി ومن قدر عليه رزقه فلينفق مما آتاه الله لا يكلف الله نفسا إلا ما آتاها سيجعل الله بعد عسر يسرا. കഴിവുള്ളവർ തന്റെ കഴിവിൽ നിന്ന് ചെലവഴിക്കട്ടെ. ചെലവഴിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞ മസല പറഞ്ഞെടുത്ത് ലിയുൻഫിഖ്, ചെലവഴിക്കട്ടെ. വിശാലതയുള്ളവൻ, സാമ്പത്തികമായി ഇത്തിരി വിശാലതയുള്ളവർക്കുള്ള നിയമം എന്താ? അവര് ചെലവഴിക്കേണ്ടത് എങ്ങനെയാ? പിശുക്കിയിട്ടല്ല, മീൻ സായത്തിഹി, അവന്റെ വിശാലതക്കനുസരിച്ച് അവൻ ചെലവഴിക്കട്ടെ. ഇനി ആർക്കെങ്കിലും അവന്റെ റിസ്ക് കുറച്ച് കുടുസാക്കപ്പെട്ടതാണെങ്കിലോ, പ്രയാസമുള്ള കുടുംബമാണെങ്കിലോ, അല്ലാഹു അവന് നൽകിയതിന്റെ തോതനുസരിച്ച് അവനും ചെലവഴിക്കട്ടെ. എന്നിട്ട് വീണ്ടും അല്ലാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സാ ഇല്ലാ മാ ആതാഹാ. ഓരോരുത്തർക്കും എന്താണോ നൽകപ്പെട്ടതെങ്കിൽ അതിലപ്പുറം അല്ലാഹു ആരോടും കീർത്തിക്കുന്നില്ല, നിർബന്ധിക്കുന്നില്ല. ഏത് ഞെരുക്കത്തിന്റെ ശേഷവും എളുപ്പങ്ങളെ റബ്ബ് പിന്നീട് കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ലാഹു ആശ്വസിപ്പിക്കുകയാണ്. മനുഷ്യനെ പടച്ച, മനുഷ്യന്റെ മനസ്സറിയുന്ന, ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഭൂതവർത്തമാന ഭാവി വ്യത്യാസമില്ലാതെ അറിയാവുന്ന ഹക്കീമും അലീമുമായ റബ്ബ് ഇറക്കിയ നിയമങ്ങളായത്. ആ റബ്ബ് ഏതെങ്കിലും ഒരു കാലത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് ഇത്ര ശതമാനമാണ് ചെലവിന് കൊടുക്കേണ്ടത് എന്നൊക്കെ ഒരു നിയമം വെച്ചാൽ അത് പ്രായോഗികാവൂല. അതുകൊണ്ട് ഒരു കുടുംബത്തിന് പറ്റുന്നത് വേറൊരു കുടുംബത്തിന് പറ്റൂല. പലരും പല തട്ടുകാരായിരിക്കും. സമ്പന്നരുണ്ടാകും, ഇടത്തരക്കാരുണ്ടാകും, ഫക്കീറുമാരുണ്ടാകും, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും, അല്ലാത്തവരുണ്ടാകും. എല്ലാവർക്കും ഒരേ നിയമം വെച്ചാൽ പറ്റുമോ? എല്ലാവർക്കും പറ്റുന്ന നിയമ എന്ന് പറഞ്ഞത് ബിൽ മഅറൂഫ്. ബിൽ മഅറൂഫ്, ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച്. അതാണ് അത്. അവകാശപ്പെടാനേ ഒരു പെണ്ണിനും റൈറ്റുള്ളൂ, അവകാശമുള്ളൂ. ഒരു പാവപ്പെട്ടവനായ ഒരു ഭർത്താവ് എനിക്ക് ഇത്ര തരുന്നില്ല, എനിക്ക് ഇത്ര ഇന്ന രൂപത്തിൽ എന്നെ സഹായിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞു പരാതിപ്പെടാൻ ഒരു പെണ്ണിന് വകുപ്പില്ല. എന്റെ ഭർത്താവിന്റെ കഴിവും കഴിവുകേടൊക്കെ ഒരു ഭാര്യ കണ്ടറിയണം. അതല്ലേ ദാമ്പത്യം, അതല്ലേ സ്വൈരമുള്ള ജീവിതം, അതല്ലേ നല്ല രൂപത്തിലുള്ള കാഴ്ചപ്പാട്. അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും അറിഞ്ഞും മറന്നും പുറത്തും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുമാണ് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ നിയമങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ചെലവിന് കൊടുക്കേണ്ട പ്രാധാന്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലും അവിടുന്ന് പ്രത്യേകം പറഞ്ഞു.
മഹാനായ ജാബിർ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അവിടുന്ന് ലോകത്തോട് പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ, ഭാര്യമാരുടെ കാര്യത്തിൽ, പുരുഷന്മാരെ നിങ്ങൾ അള്ളാഹനെ പേടിക്കണം, അള്ളാഹനെ സൂക്ഷിക്കണം. സ്ത്രീകളുടെ കാര്യത്തിൽ ക്രൂരമായ നിയമങ്ങളെ മുഹമ്മദൻ ലോയിലുള്ളൂ എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കണം. ലോകത്തവിടുന്ന് വിട പറയുന്ന ലക്ഷത്തിലേറെ വരുന്ന സഹാബിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുന്ന് പ്രസംഗിച്ച വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞത് ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രത്യേകം പറഞ്ഞു. കാരണം ഫഇന്നകും മഖദതുമൂഹുന്ന ബിഅമാനില്ലാഹ്, നിങ്ങൾ അവരെ ഇണകളായി സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ പേരിൽ നിർഭയത്വം അവർക്ക് ഓഫർ ചെയ്തുകൊണ്ടാണ്. ഞാൻ നോക്കിക്കോളാം, ഞാൻ നിർഭയത്വം പ്രദാനം ചെയ്തോളാം, ഞാൻ സംരക്ഷിച്ചോളാമെന്ന് റബ്ബിന്റെ പേരിൽ നിർഭയത്വത്തിന്റെ കരാറുമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ ഭാര്യമാരായി വിവാഹം കഴിച്ചിട്ടുള്ളത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിലും അള്ളാഹുവിന്റെ വചനത്തെ മുൻനിർത്തിക്കൊണ്ടുമാണ് നിങ്ങൾക്ക് അവരുടേതായ മുഖ്യഭാഗങ്ങളെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഇണകളായി അവർ മാറിയത്, നിങ്ങളുടെ ഭാര്യമാരായത് തികച്ചും വിവാഹത്തിന്റെ മുമ്പ് അന്യരായിരുന്നവർ നിങ്ങൾ ഒരുമിച്ച് ഒന്നായി ചേർന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് റബ്ബിന്റെ പേരിലുള്ള കരാറിലൂടെയാണ്. അതുകൊണ്ട് വലഹുന്ന, പല കാര്യങ്ങളും പറഞ്ഞതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. അതുകൊണ്ട് ഓ പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളിൽ നിന്ന് അവകാശം കിട്ടണം. ഭർത്താക്കന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടേണ്ടുന്ന അവകാശമാണ് റിസ്ഖുഹുന്ന, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, വകിസ്വതുഹുന്ന, അവർക്ക് നിങ്ങൾ വസ്ത്രം കൊടുക്കണം, ബിൽ മഅറൂഫ്, അവിടെയും പറഞ്ഞു മര്യാദയനുസരിച്ച് നിങ്ങൾ എന്താണോ മര്യാദ, എന്താണോ നാട്ടുനടപ്പ്, എന്താണോ നിങ്ങളുടേതായ ശേഷി, അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ അവരെ കഷ്ടപ്പെടുത്താതെ അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുആവിയത്ത് ബിൻ ഹൈദാ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി قال أن تطعمها إذا طعمت وتكسوها إذا اكتسيت. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആ സഹാബി ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളിൽ ഒരാൾക്ക് ഞങ്ങളുടെ ഭാര്യയോടുള്ള കടമ എന്താണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അൻ തുത്ഇമഹാ ഇദാ തഇംത, നീ ഭക്ഷണം കഴിക്കുന്നുവോ നീ അവളെയും ഭക്ഷിപ്പിക്കണം. നീ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? നീ പട്ടിണിയാണെങ്കിൽ അവൾക്ക് അവിടെ കാര്യമല്ല, പട്ടിണിയാണെങ്കിൽ അവൾ മനസ്സിലാക്കണമല്ലോ. പക്ഷെ നീ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവളെ പട്ടിണി ഇരിക്കുക, അത് പറ്റൂല. നീ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവളെയും ഭക്ഷിപ്പിക്കണം. നീ ഉടുക്കുന്നുണ്ടോ, അവളെയും ഉടുപ്പിക്കണം. നീ വസ്ത്രം ധരിക്കുന്നുവോ, അവൾക്കും വസ്ത്രം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. അതെ, നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കേണ്ടതില്ല, അവൾ അവളുടെ കാര്യം നോക്കിക്കോട്ടെ, അവളുടെ കയ്യിൽ പണമുണ്ടല്ലോ, ഇല്ലെങ്കിൽ ബാപ്പന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരട്ടെ. അതൊന്നും ഒരു പുരുഷന് ചിന്തിക്കാൻ പോലും പാടില്ലാത്തതാണ്. മറിച്ച് നീ നിന്റെ പാർട്ട്ണറായ അഥവാ നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന അല്ലാഹുവിന്റെ കലിമത്ത് മുൻനിർത്തിക്കൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ജീവിത പങ്കാളിയായി കടന്നു വന്ന പെണ്ണിന് വേണ്ട ആഹാരവും അതുപോലെ തന്നെ വസ്ത്രവും സൗകര്യങ്ങളുമൊക്കെ നീ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. എത്രത്തോളം പണ്ഡിതന്മാര് പറഞ്ഞു, ഹത്താ ഇന്ന കസീറൻ മിനൽ ഉലമാ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു, ഒരു പുരുഷൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ട ചെലവിന് ആവശ്യത്തിന് കൊടുക്കുന്നില്ലെങ്കിൽ അവൾ ഖാദിയെ സമീപിച്ചുകൊണ്ട് ഇയാളുമായിട്ടുള്ള വിവാഹം ഫസ്ഖ് ചെയ്യണം, അത് ദുർബലപ്പെടുത്തണം, ഫസ്ഖ് ചെയ്യണം എന്നാവശ്യപ്പെട്ടാൽ ഫലിൽ ഖാദി അൻ യഫ്സഖ നിക്കാഹ്, ഖാദി ആ പെണ്ണിന്റെ നിക്കാഹ് ദുർബലപ്പെടുത്തി കൊടുക്കണം എന്നാണ്. എന്താ, വേറെ പ്രശ്നമൊന്നുമില്ല, ചെലവിന് തരുന്നില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അത് മാത്രമാണ് പ്രശ്നമെങ്കിൽ പോലും ചെലവിന് തരുന്നില്ല, എന്റെ കാര്യമൊന്നും നോക്കുന്നില്ല, ഭക്ഷണവും തരുന്നില്ല, വസ്ത്രവും തരുന്നില്ല, യാതൊരു സംവിധാനമില്ല, വേറെ തകരാറൊന്നുമില്ല.
എങ്കിൽ ഒരു പെണ്ണ് കോടതിയെ സമീപിച്ചാൽ വിവാഹം ദുർബലപ്പെടുത്താൻ ഫസ്ഖ് ചെയ്യാനുള്ള, വിവാഹത്തെ ദുർബലപ്പെടുത്താൻ ഫസ്ഖ് എന്നാണ് കേട്ടോ. ഫസ്ഖ് മുസ്ലിമീങ്ങൾ പറയരുത്. അപ്പൊ അത്തരത്തിൽ ഫസ്ഖ് പരസ്യം എന്നിട്ടും മാപ്പിളാരും പറയും ഫസ്ഖ് ഇല്ല. അത് നമുക്ക് ഈ അറബി ഭാഷയിലെ ഉച്ചാരണങ്ങളൊന്നും തെറ്റിപ്പറയരുത്. മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്ഖ് എന്നേ പറയാവൂ. ഫസ്ഖ് ഹിന്റെ മീതെ പുള്ളിയിട്ട ഖാ. ഇനി മുതൽ ആര് കേട്ടാലും ഫസ്ഖ് എല്ലാം പറ്റുമോ? കാരണം പത്രത്തിലൊക്കെ ഫസ്ഖ് പരസ്യം എന്നാ കാണുക. അത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ പറയണ്ട. അങ്ങനെ മലയാളത്തിൽ എഴുതാൻ പറ്റുള്ളൂ. ഖാ മലയാളത്തിലില്ല. അതുകൊണ്ട് ഫസ്ഖ് എന്നാ പറയേണ്ടത് കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കുക. സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയാൽ അങ്ങനെ കുറെ പദങ്ങളുണ്ട്. മറ്റുള്ളവർ പറയുന്നത് പോലെ നമ്മൾ പറയരുത്. തലാഖ് ഇല്ല, അങ്ങനെ ഉണ്ടോ ഒരു പ്രയോഗം? ത്വലാഖ് എന്നാ പറയേണ്ടത്. അങ്ങനെ പലതുണ്ട്. അതൊക്കെ നമ്മൾ അറബി ഭാഷയനുസരിച്ച് കൃത്യമായി മൊഴിയേണ്ടുന്ന പദങ്ങളാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണ്. കഴിയുന്നത്ര അറബി ഭാഷയുമായി ബന്ധപ്പെടാനും അറബി ഭാഷയിലുള്ള അക്ഷരങ്ങളെ അതിന്റെ പ്രൊനൗൺസിയേഷൻ അഥവാ അതിന്റെ ഉച്ചാരണം വളരെ കൃത്യമാക്കാനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഖുർആൻ ഓതുമ്പോഴും ആവശ്യമാണ്. ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ അത് ആവശ്യമാണ്. ശരി, അപ്പോ ഫസ്ഖിന് വേണ്ടി ഒരു ഖാദിയുടെ സമീപത്ത് പോയിട്ട് ഒരു പെണ്ണ് തന്റെ ഭർത്താവ് ചെലവ് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്ത് ഖാദിക്കത് ബോധ്യമായി കഴിഞ്ഞാൽ ആ ഖാദിക്ക് ആ പെണ്ണിന്റെ നിക്കാഹ് ദുർബലപ്പെടുത്താൻ അധികാരമുണ്ട്. ലിഅന്നഹു, കാരണം എന്താ? ഈ ഭർത്താവ് ഖസ്സറ ബിഹഖ്ഖിൽ വാജിബ ലഹാ, തന്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന നിർബന്ധമായ കടമയിൽ വീഴ്ച വരുത്തിയവനാണ്. ഇതാ പെണ്ണിന് ഇസ്ലാം കൊടുത്ത പവർ. ഇത് പെണ്ണിന് ഇസ്ലാം കൊടുത്ത പവറാ. ചെലവിനൊന്നും തരുന്നില്ലെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അവിടെ തന്നെ അങ്ങനെ പിടിച്ചു നിന്നോളണം എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യ എന്നുള്ള പ്രയോഗം പോലും ഇസ്ലാമിലില്ല. അതൊക്കെ മലയാളത്തിലാണ്. സുഹൃത്തുക്കൾ, നമ്മൾ പഠിച്ചു വെക്കണം. ഇസ്ലാമിൽ ഭർത്താവ് ഭാര്യ എന്നുള്ള പ്രയോഗമൊന്നുമില്ല. ഭർത്താവ് ഭരിക്കുന്നവൻ, ഭാര്യ ഭരിക്കപ്പെടേണ്ടവൾ. അതൊന്നും പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ അങ്ങനെ ഒരു പ്രയോഗമില്ല. ഖുർആൻ പറഞ്ഞത് രണ്ടാളെ കുറിച്ചും സൗജ്, രണ്ടാൾക്കും പ്രയോഗിക്കാം. രണ്ടാൾക്കും പ്രയോഗിക്കാവുന്ന പദമാണ് ദമ്പതികൾക്ക് ഇസ്ലാം പ്രയോഗിച്ചത്. എത്ര മനോഹരമായ പ്രയോഗം! വേറെ ഏത് ഭാഷയിലായത് കാണാൻ സാധിക്കുക? മലയാളത്തിൽ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭരിക്കുന്നവൻ, ഭാര്യ ഭരിക്കപ്പെടേണ്ടവൾ, അങ്ങനെയൊന്നുമില്ല. ഇസ്ലാം അത് വളരെ കൃത്യമായി സ്നേഹാദരവുകളോടുകൂടി സൗജ് എന്നാണ് രണ്ടു കൂട്ടർക്കും പറയുന്നതാ. ഇണയാണ്. പിന്നെ ഒരാണും പെണ്ണും മനസ്സിലാകാൻ വേണ്ടി സൗജത്ത്, അപ്പോ ഭാര്യ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. സൗജ് ഭർത്താവ് എന്ന് പറയാം. വിശുദ്ധ ഖുർആൻ ആ പ്രയോഗങ്ങൾ പോലും വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം കൊടുത്തു. ഇനി നോക്കൂ നിങ്ങൾ മറ്റൊരു സംഭവം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ദഖലത്ത് ഹിന്ദ് ബിൻത് ഉത്ബ ഇംറാത്ത് അബീ സുഫിയാൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് കടന്നു വന്നു. അവര് ഭർത്താവിനെ കുറിച്ചൊരു പരാതി പറയാൻ വന്നതാണ്. ഭർത്താവിനെ കുറിച്ച് പരാതി പറയേണ്ടിടത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാടൊട്ടാകങ്ങൾ പറഞ്ഞു നടക്കേണ്ടതല്ല. ഭാര്യയെക്കുറിച്ച് കംപ്ലൈന്റ് ഉണ്ടോ, അത് പറയേണ്ടിടത്തേ പറയൂ. ഭർത്താവിനെ കുറിച്ച് കംപ്ലൈന്റ് ഉണ്ടോ, അയൽവാസികളോടും നാട്ടുകാരോടൊന്നുമല്ല പറഞ്ഞു നടക്കേണ്ടത്. അത് പറയേണ്ടിടത്ത്, പറഞ്ഞാൽ കാര്യം കിട്ടുന്ന പറയേണ്ടിടത്തേ പറയാവൂ. ഒരു ഖാദിയുടെ മുമ്പിൽ ഒരു ഉത്തരവാദപ്പെട്ട ഒരു നീതി നിഷേധിക്കപ്പെടുമ്പോ, അവകാശം നിഷേധിക്കപ്പെടുമ്പോ, അവകാശം നേടിയെടുക്കാൻ വേണ്ടി അവകാശങ്ങൾ ലഭ്യമാകുമെന്ന് ഉറപ്പുള്ള കേന്ദ്രങ്ങളിൽ പോയി പരാതി കൊടുക്കുന്നത്, അവിടെ പോയിട്ട് തന്റെ ഭർത്താവിനെ കുറിച്ച് പരാതി പറയുന്നത്, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് പരാതി പറയുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയ ഗീബത്തിൽ പെടുന്നില്ല. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു പറയലല്ലേ. അപ്പൊ ഗീബത്തൊരിക്കലും പാടില്ല എന്ന് ഇസ്ലാം നിയമം വെച്ചപ്പോ ഇസ്ലാം അതിൽ നിന്ന് ഒഴിവാക്കിയ ഒരു കാര്യമാണിത്. ഒരു ഭർത്താവിനെ കുറിച്ചുള്ള ഒരു ഗീബത്ത് ഒരു ഭാര്യക്ക് കോടതിയിൽ പോയിട്ട് വേണമെങ്കിൽ പറയാം. അവിടെ പറയാവൂ, എല്ലായിടത്തും പറഞ്ഞു കിടക്കലല്ല. എവിടെയാണോ പറയേണ്ടത് അവിടെ പറയണം. അത് ഇസ്ലാം അനുവദിച്ചതാണ്. നമ്മൾ ചിന്തിക്കണ്ട അങ്ങനെ പുരാപ്പളിനെ പോയിട്ട് കണ്ട റസൂലുള്ളാഹിന്റെ കോടതിയിൽ പോയിട്ട് അങ്ങനെയാണ് പറയാൻ പാടുണ്ടോ? ഗീബത്തായി പോവില്ലേ? അള്ളാഹിന്റെ റസൂൽ എന്താ ഗീബത്ത് എന്ന് ചോദിച്ചു സഹാബന്മാരോട്. ഗീബത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ദിക്റുക അഖാക ബിമാ തക്റഹു, നിന്റെ സഹോദരനെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ്. സഹാബന്മാര് ചോദിച്ചു,
ആ പറയുന്ന കാര്യം അയാളിൽ ഉണ്ടെങ്കിലോ ആ ഗീബത്താവുകയാണ്. ഉണ്ടെങ്കിൽ ഗീബത്താണ്, ഇല്ലെങ്കിലോ രണ്ട് പ്രശ്നമായി, ഗീബത്തുമായി കളവുമായി. നമ്മൾ പറയും ഞാൻ ഗീബത്തൊന്നല്ല പറയുന്നത്, വനിലുള്ളതല്ലേ എന്നാ പറയാം. അപ്പൊ തന്നെ ഗീബത്താവുക. നമ്മൾ അഡ്വാൻസ് എടുക്കും. ചിലപ്പോൾ നമ്മളൊരാളെ കുറ്റം പറയണേ പറയും ഞാൻ കുറ്റം പറയല്ല, അത് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ട്. ഞാൻ കുറ്റം പറയുന്നല്ല എന്ന് ഞാൻ അഡ്വാൻസ്ഡായിട്ട് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് അത് കുറ്റമല്ലാതാവോ? ഇല്ല. അപ്പൊ അത് സാന്ദർഭികമായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കണം. ഇവിടെ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരാണ്, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അബാ സുഫിയാന റജുലുൻ ശഹീഹ് ലാ യുഅ്തീനി മിനൻ നഫഖതി മാ യക്ഫീനി വയക്ഫീ ബനിയ ഇല്ലാ മാ അഖദ്തു മിൻ മാലിഹി ബിഗൈരി ഇൽമിഹി ഫഹൽ അലയ്യ ഫീ ദാലിക മിൻ ജുനാഹ്. എന്താ ചോദ്യം അറിയോ? പ്രവാചകരെ, എന്റെ ഭർത്താവായ അബൂ സുഫിയാൻ റജുലുൻ ശഹീഹുൻ, പിശുക്കനാണ്, വല്ലാതെ പിശുക്ക് കാണിക്കുന്ന ഒരാളാണ്. ലാ യുഅ്തീനി മിനൻ നഫഖ, എനിക്ക് ചെലവിന് തരൂല, എന്റെ കാര്യത്തിൽ എനിക്ക് ചെലവിന് തരൂല. മാ യക്ഫീനി, എനിക്ക് ആവശ്യമുള്ളതെങ്കിലും തരണ്ടേ, അത്യാവശ്യമുള്ളത്. വയക്ഫീ ബനിയ, എന്റെ പൊന്നുമക്കൾക്കും എനിക്കും മക്കൾക്കും ആവശ്യമായ അളവിൽ പോലും അദ്ദേഹം ചെലവിന് തരാതെ അത്രത്തോളം പിടിച്ചു വെക്കുന്നയാളാണ് പ്രവാചകരെ. പിന്നെ എന്തേ എനിക്കും എന്റെ മക്കൾക്കും കിട്ടാറുള്ളൂ? ഇല്ലാ മാ അഖദ്തു മിൻ മാലിഹി ബിഗൈരി ഇൽമിഹി, അയാൾ അറിയാതെ ഞാൻ അയാളുടെ സ്വത്തിൽ നിന്ന് കുറച്ചൊക്കെ എടുക്കാറുണ്ട്, അതേ കിട്ടാറുള്ളൂ. പലതും കിട്ടണമെങ്കിൽ ഞാൻ ഇന്ന് എടുക്കണം, മൂപ്പരറിയാതെ എടുക്കണം, അങ്ങനെ കിട്ടാറുള്ളൂ. അപ്പൊ ചോദ്യം എന്താ? കണ്ടോ, അവര് സഹാബിമാർക്കുള്ള ബേജാറേ. നമുക്കിപ്പോ അങ്ങനെ പൂജാവളുടെ പാൻറ് നിന്ന് കുറച്ചെടുത്താല്, അല്ലെങ്കിൽ പിന്നെ പൈസയിൽ നിന്ന് കുറച്ചെടുത്താൽ അങ്ങനെ ബേജാറൊന്നും തോന്നാത്തൊരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മളിന്ന് പെണ്ണുങ്ങൾ പറയണ ഭർത്താക്കന്മാരോട്, നിങ്ങളൊക്കെ എന്തിനു കൊള്ള, നിങ്ങളൊക്കെ എത്ര കാലായി ഗൾഫിൽ, മറ്റേ ചങ്ങായി എന്നേ പോയത്, എന്താ അവന്റെ സൗകര്യം, എന്താ അവന്റെ വീട്, എന്താ അവന്റെ കാറ്, എന്താണ് അവന്റെ സംവിധാനങ്ങൾ, നിങ്ങളോ പോയിട്ട് 10-30 കൊല്ലായി, നാണല്ലേ മനുഷ്യ. ഇതിങ്ങനെ കേൾക്കുമ്പോ ഈ സാധു ഹറാമിലൂടെ, പലിശയിലൂടെയോ കട്ടിട്ടോ കവർന്നിട്ടോ എങ്ങനെയായാലും ഇവളുടെ ആർത്തിയൊന്ന് തീരട്ടെ എന്ന നിലക്ക് വല്ലതും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതേ അവസരത്തിൽ സഹാബത്തിനൊന്നും അങ്ങനെയല്ല. സഹാബത്തൊക്കെ പെണ്ണുങ്ങള് പുജാപ്പിളമാരെ തൊഴിലിനാണ് സഫറൊക്കെ പോകുമ്പോ, യാത്ര അയക്കുമ്പോ, പഠിക്കലോളം ചെന്നിട്ട് യാത്ര അയക്കുമ്പോ പറയും, നരകം സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂലട്ടോ, വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം, അതുകൊണ്ട് നരകത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞയക്കുന്ന ഒരു ചില്ലിക്കാശുമായിട്ട് ഇങ്ങോട്ട് വരരുതേ, ഹറാമിലൂടെ ഒരു ചില്ലിക്കാശ് പോലും നേടിയിട്ട് ഇങ്ങോട്ട് വരരുത് പ്രിയപ്പെട്ടവരെ. കാരണം നസ്ബിറു, ഞങ്ങള് ജൂഉം നത്ശും വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചോളാം, വലാ നസ്ബിറു അലന്നാർ, നരകം ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. അത് കേട്ട് യാത്രയേക്കുന്ന ഭർത്താക്കന്മാര്, അതേ പടച്ചവനെ പേടിയുള്ള ഒരു പെണ്ണാണ് എന്റെ വീട്ടിലുള്ളത്, തന്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്, കാത്തിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവള് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, റബ്ബിനെ ഭയപ്പെടുന്ന, നരകത്തെ പേടിയുള്ള ഒരു പെണ്ണിനെയാണല്ലോ എനിക്ക് റബ്ബ് തന്നത്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ധനം കിട്ടിയില്ലെങ്കിലും കക്കാൻ പോകില്ല, കവരാൻ പോകില്ല, ഹറാമിലൂടെ ധനം സമ്പാദിക്കാൻ പോകാതെ വളരെ കൃത്യനിഷ്ഠയോടെ കിട്ടുന്ന ഹലാലായ മുതലുകൊണ്ടേ വീട്ടിൽ വരികയുള്ളൂ. ഇന്ന് കാലം മാറി, നേരെ മറിച്ചാണ്. തഖ്വയോടെ ധനം സമ്പാദിക്കാനും തഖ്വയോടെ മാത്രം കുടുംബത്തെ പോറ്റാനും ഉദ്ദേശിക്കുന്ന ഭർത്താക്കന്മാരെ അവരെ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവരെ കൊണ്ട് ഹറാമ് ചെയ്യിക്കുന്ന ഒരു ലോകം അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പൊ സഹാബിമാരൊന്നും അങ്ങനെയല്ല. ഇവിടെ നോക്കൂ, പുതിയാപ്പളുടെ പോക്കറ്റിൽ നിന്ന്, പുതിയാപ്പളുടേതായ സ്വത്തിൽ നിന്ന് ചെലവിന് അത്യാവശ്യം അയാൾ തരാതാകുമ്പോ എനിക്കും എന്റെ മക്കൾക്കും ചെലവിന് വേണ്ടത് അയാൾ അറിയാതെ ഞാൻ ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട്, അതല്ലാതെ മൂപ്പരൊന്നും തരാറുമില്ല. അതുകൊണ്ട് എനിക്കറിയേണ്ടത് റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ വന്നുകൊണ്ട് ആ വനിതക്കറിയേണ്ട മസ്അല എന്താണ്? ഫഹൽ അലയ്യ ഫീ ദാലിക മിൻ ജുനാഹ്, നബിയേ
ഞാൻ കുറ്റക്കാരിയാകുമോ? ഞാൻ അങ്ങനെ സമ്മതമില്ലാതെ എടുത്താൽ ഞാൻ കുറ്റക്കാരിയാവോ? എനിക്കത് ഹറാമാവോ എന്നാണ് അവർക്കറിയേണ്ടത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ടോ ഇസ്ലാം പെണ്ണിന് കൊടുത്ത പവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുദീ മിൻ മാലിഹി ബിൽ മഅറൂഫ്, അയാളുടെ സ്വത്തിൽ നിന്ന് മര്യാദ അനുസരിച്ച് നീ എടുത്തോ. മാ യക്ഫീകി വയക്ഫീ ബനീക്, നിനക്കും നിന്റെ മക്കൾക്കും അത്യാവശ്യത്തിന് തികയാനുള്ളത്, അത്യാവശ്യത്തിനുള്ള വക അയാൾ തരുന്നില്ലെങ്കിൽ, അയാൾ അറിയാതെയാണെങ്കിലും അയാളുടെ സ്വത്തിൽ നിന്ന് എടുക്കാൻ നിനക്ക് റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് ഇസ്ലാം പവർ കൊടുത്തോ, അതോ ചവിട്ടി അരച്ചോ, അതോ അവരെ നിന്ദിച്ചോ? ചെലവിന് കിട്ടുന്നില്ലെങ്കിൽ അറിയാതെ എടുക്കാൻ പോലും അവകാശമുണ്ട്. കിട്ടിപ്പോയി, ഇന്നത്തെ ക്ലാസ് മുതലായിരുന്ന ആൾ ഒരൊറ്റ പെണ്ണും പറയരുത്. അപ്പൊ കക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഏതായാലും പുതിയാപ്പിളാര് സൂക്ഷിച്ചോളിൻ. പാന്റൊക്കെ കൊടുന്നേക്കുമ്പോ അതൊക്കെ ഇനി അതിലെ ഡ്രസ്സൊക്കെ ഇനിയിപ്പോ അതൊക്കെ നിങ്ങൾ തരുന്നില്ല എന്ന് പറയും, ന്യായം ചെയ്യാം. അതൊക്കെ അള്ളാഹ് അറിയും. ഇതിന്റെ കണക്ക് നോക്കുന്നത് ഇവിടുത്തെ സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥന്മാരുമല്ല, ലോകത്തെ ഏതെങ്കിലും കോടതിയിലുള്ള ഖാളിയല്ല. ഇതിന്റെ കണക്കൊക്കെ നോക്കുന്നത് റഹ്മാനായ റബ്ബാണ്. ഒരു മിസ്കാൽ ദർറുണ്ടെങ്കിൽ അത് അവിടെ പിടിക്കും. മിസ്കാൽ ദർറാണ് ഖുർആൻ പറഞ്ഞത്. ഖൈറിൽ നിന്ന് അണുത്തൂക്കം, ഷെറിൽ നിന്ന് അണുത്തൂക്കം തെളിയുന്ന കോടതിയിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ബോധത്തോടുകൂടെ ജീവിക്കേണ്ടവരോടാണ് ഇസ്ലാം പറയുന്നത്. നിനക്ക് ആവശ്യത്തിന് തരുന്നില്ലെങ്കിൽ, നിനക്ക് അയാളുടെ സമ്മതമല്ലെങ്കിൽ പോലും ഭർത്തൃ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ അവകാശമുണ്ട്. നിനക്കും നിന്റെ മക്കൾക്കും അത്യാവശ്യത്തിന് വേണ്ടത് അയാൾ തരുന്നില്ലെങ്കിൽ, അയാളുടെ സ്വത്തിൽ നിന്ന് അയാൾ അറിയാതെയാണെങ്കിൽ പോലും എടുക്കാൻ നിനക്ക് അവകാശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനാണ്. കണ്ടോ? അപ്പൊ ഒരു പുരുഷന്റെ നിർബന്ധം, ഭാര്യ വലിയ സമ്പന്നയാവട്ടെ, അവൾ വലിയ സാലറി ശമ്പളമുള്ളവളാവട്ടെ, അല്ലാത്തവളാവട്ടെ, വലിയ പണക്കാരിയാവട്ടെ, അതൊന്നും വിടല്ല. നീ നേരത്തെ പറഞ്ഞില്ലേ, അവള് വല്ലതും അറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് അവളുടെ സന്മനസ്, കൊടുത്താൽ നല്ലത്. പ്രയാസപ്പെടുന്ന ഭർത്താവാണ് കണ്ടറിഞ്ഞൊരു പെണ്ണ് കൊടുക്കുന്നുവെങ്കിൽ, പക്ഷെ അതൊന്നും അവകാശമല്ല. അവളുടെ ഓശാരായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആവാം. അതാണ് ഏറ്റവും ബാധ്യതയും നിർബന്ധമായ കാര്യങ്ങളും ആർക്കാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? പുരുഷനാണ്, ഭർത്താവിനാണ്. അതുപോലെ തന്നെ പാർപ്പിടത്തിന്റെ കാര്യവും, അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും, അതേ നിങ്ങളുടേതായ സമ്പത്തിൽ നിന്ന്, നിങ്ങളുടെ കഴിവിൽ നിന്ന് നിങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങൾ അവരെ താമസിപ്പിക്കണേ. അവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാട് ചെയ്യേണ്ടത് പുരുഷനാണ്. അപ്പൊ ഇസ്ലാമികമായ വീക്ഷണത്തിൽ പുരുഷനാണ് അവർക്ക് താമസ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത്, പുരുഷനാണ് അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ ചികിത്സയും ഒക്കെ ആർക്കാണ് ബാധ്യത? പുരുഷന് തന്നെയാണ്. അവിടെയൊക്കെ ഓരോരുത്തരുടെയും കഴിവുകൾ എന്താണോ അതൊക്കെ പരസ്പരം അറിയുന്നതിലാണല്ലോ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ കെട്ടുറപ്പ്. തന്റെ ഭർത്താവിന്റെ കഴിവെത്ര, കഴിവുകേടെത്ര, എന്താണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അതൊക്കെ അറിഞ്ഞും അതുപോലെ തന്നെ മനസ്സിലാക്കിയും കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി മുശാവറയിലൂടെയും കൂടിയാലോചനയിലൂടെയും ഒക്കെ തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്താണ് ഒരു കുടുംബ ജീവിതത്തിന്റെ, അതല്ലെങ്കിൽ ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ ഈ കെട്ടുറപ്പ് നിലകൊള്ളുന്നത്. ഇസ്ലാം അതൊക്കെ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു. വസ്ത്രം, ഭക്ഷണം ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട എല്ലാ ദിവസവും ഏറ്റവും മെയിൻ ഫുഡ് മെയിൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? നടക്കൂല. ഏറ്റവും മുന്തിയ ജോഡി വസ്ത്രം വേണം എപ്പോഴും എന്ന് പറഞ്ഞാൽ നടക്കുവോ? നടക്കൂല. ഓരോ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് ആവശ്യമായ നിലക്ക് ഓരോ വീടുകളുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്താണോ അവിടുത്തെ അയാളുടെ കഴിവിന്റെയും അവിടുത്തെ സാഹചര്യത്തിന്റെ അനുസരിച്ചുള്ള ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും കൊടുക്കണം. എന്നാലോ പിശുക്ക് കാണിക്കാനും പാടില്ല. ചില ആൾക്കാരുണ്ട് തിന്നുകൂടിയില്ല, ഭക്ഷണം പോലും കഴിക്കൂല. ശരിക്കും കുറെ ഉണ്ടാക്കിയപ്പോൾ പൈസ ഒക്കെ ഉണ്ട്, കാശ് കുറെ ഉണ്ട്, പക്ഷെ വീട്ടിൽ നല്ല ഭക്ഷണം പോലും ഉണ്ടാക്കൂല. നല്ല ഭക്ഷണം ഉണ്ടാക്കൂല. കഴിയാഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, കഴിവ് കാശൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ തിന്നൂല. തിന്നാതെ എടുത്തു വെക്കുന്ന അത് അസഹി, ഏറ്റവും വലിയ ബഹീലന്മാര് തിന്നും കൂടിയില്ല. ആവശ്യത്തിന് കഴിക്കണ്ടേ, ദൂർത്തടിക്കണ്ട, ആവശ്യത്തിന് കഴിക്കണ്ടേ. മറ്റൊരു വീട്ടിൽ നിന്ന് വന്നു കയറിയ ഒരു പെൺകുട്ടി, അവൾ ജീവിച്ചൊരു സാഹചര്യം ഉണ്ടാകും, അത് കണ്ടറിയണ്ടേ.
അതുപോലെ തന്നെ ഓരോരുത്തരും പരസ്പരം കണ്ടറിഞ്ഞ് ഒരു വീട്ടിൽ ഭക്ഷണത്തിന്റെ നിലവാരമെന്ത് അവര് തീരുമാനിക്കണം. ഉണ്ടായിട്ട് പിശിക്കരുത്, ഉള്ളതിനനുസരിച്ച് എന്നാ ധൂർത്ത് മടിക്കരുത്. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷിച്ചോളൂ കുടിച്ചോളൂ, പക്ഷേ വലാ തുസ്രിഫു, അമിതമാക്കരുത്, ധൂർത്തടിക്കരുത്. പറ്റ ധൂർത്തടിക്കും വേണ്ട, ഒന്നുമില്ലാതെ എന്നും ഒരു തരംതാണ ഭക്ഷണം അതും വേണ്ട. ഒരു മീഡിയത്തിൽ അങ്ങനെ പോട്ടെ, ഒരു മധ്യമ നിലപാടിൽ അങ്ങനെ പോട്ടെ. ഇനി വസ്ത്രം എന്നും വരെ മെച്ചപ്പെട്ടത് അതേ പറ്റുള്ളൂ എന്ന് പറയാൻ പാടുണ്ടോ? ഒരു പെണ്ണ് വാശി പിടിക്കാൻ പാടുണ്ടോ? ഇല്ല. കഴിവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ചില സന്ദർഭങ്ങളിൽ നല്ലത് വേണ്ടി വരും, ചില സന്ദർഭങ്ങളിൽ സാധാരണ വസ്ത്രം മതി. അങ്ങനെയൊക്കെ അറിഞ്ഞും അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടും തന്റെ ഭർത്താവും തന്റെ ഭാര്യയും അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെതായ കാര്യങ്ങളിൽ എന്താണോ ഒരു സമാധാനപൂർണമായ ജീവിതത്തിന് ആവശ്യമായതെങ്കിൽ ഇസ്ലാം അതാണ് പറഞ്ഞത്. ബിൽ മഅറൂഫ്, ബിൽ മഅറൂഫ്, സദാചാര മര്യാദ അനുസരിച്ച്. ഓരോരുത്തരുടെയും കഴിവിന്റെയും കഴിവുകേടിന്റെയും തോതനുസരിച്ച് ഏറ്റ വ്യത്യാസങ്ങൾ വരണം. പിശുക്ക് കാണിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, കഷ്ടപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിക്കരുത്. അത് ഇസ്ലാമിന് വളരെ കൃത്യമായ നിയമമാണ്. അതോടൊപ്പം ഇസ്ലാം പറഞ്ഞു, നീ ചെലവഴിക്കുന്ന ഓരോ പൈസയും അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് സദഖയാണ്. ഇതിലപ്പുറം ഇനി ഒരു പ്രോത്സാഹനം എന്താണ് ഇസ്ലാം നൽകേണ്ടത്? ചെലവഴിക്കുന്ന ഭർത്താക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ പള്ളിക്കും മദ്രസക്കും കൊടുക്കുന്നത് മാത്രമാണ് സദഖാന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നതും ധർമ്മമാണ്, മക്കളെ പോറ്റുന്നത് ധർമ്മമാണ്, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ വദീനാറുൻ തസദ്ദഖ്ത അലാ മിസ്കീൻ വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്താ അവിടുന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നീ ചെലവഴിച്ച ഒരു ദീനാറ്. ദീനാർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ദീനാറും ദിർഹമും എന്ന് പറഞ്ഞാൽ, ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയാണ്, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയാണ്. നമ്മളെ കുവൈത്ത് ദീനാറും ബഹ്റൈൻ ദീനാറും നമ്മളെ UAE ദിർഹമും അല്ലത്, അതൊക്കെ കടലാസ, അതൊക്കെ വാല്യുബിൾ ആയ കടലാസാണ്, കറൻസിയാണ്. അന്ന് ദീനാർ എന്ന് പറഞ്ഞാൽ അത് സ്വർണം തന്നെയാണ്, സ്വർണത്തിന്റെ നാണയാണ്. ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളിയുടെ നാണയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇന്നിപ്പോ ആ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ സ്ഥാനത്താണ് നമ്മൾ ഇന്ന് വിനിമയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്ന നമ്മുടെ കറൻസികൾ. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിക്കുന്ന ഒരു ദീനാറ്. അതുപോലെ തന്നെ അടിമമോചനം ഇസ്ലാമിൽ വലിയ പുണ്യമുള്ളതാണ്. അടിമകളുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി മുതലാളിക്ക് പണം കൊടുത്തിട്ട് അടിമയെ സ്വതന്ത്രനാക്കി മോചിപ്പിച്ചു വിടുന്ന ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നീ ഒരടിമക്ക് മോചനത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്ന ദീനാറും വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, പാവപ്പെട്ട ഒരു അഗതിക്ക് നീ ധർമ്മം കൊടുക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു ദീനാറും വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവിന് കൊടുക്കാൻ നീ ചെലവഴിക്കുന്ന ഒരു ദീനാറും. 4 ദീനാറിനെ പറ്റി പറഞ്ഞു. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കുന്ന ദീനാർ, അടിമമോചനത്തിന്റെ മാർഗത്തിലേക്ക് നീ കൊടുക്കുന്ന ദീനാർ, മിസ്കീന്മാർക്ക് നീ കൊടുക്കുന്ന ദീനാർ, നിന്റെ കുടുംബത്തിന് ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ വേണ്ടി നീ കൊടുക്കുന്ന ദീനാർ. 4 പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പുണ്യമുള്ളത് അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ ഭാര്യക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്ന ദീനാറ് തന്നെ. ഏറ്റവും മഹത്വമേറിയ കൂലി അതിനാണ്. ഈ നിയത്തൊക്കെ നമ്മൾക്ക് വേണം. തൊഴിലെടുക്കുമ്പോ, ജോലിയെടുക്കുമ്പോ, നാട്ടിലേക്ക് ഡ്രാഫ്റ്റ് അയക്കുമ്പോ, നാട്ടിലേക്ക് പണം അയക്കുമ്പോ ഈ നിയ്യത്തുണ്ടെങ്കിൽ സദഖയാ.
സദഖയാണ്. നിയ്യത്തില്ലെങ്കിൽ ഒന്നും കിട്ടൂല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മളൊക്കെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് ഒരുപാട് അജ്റുകൾ, പ്രതിഫലങ്ങൾ നമുക്കൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ചെയ്യാണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഉദ്ദേശമില്ലെങ്കിൽ അള്ളാഹ് പരിഗണിക്കൂല എന്നാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അമലുകൾ, കർമ്മങ്ങളൊക്കെയും ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. എല്ലാ ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ലഭ്യമാവുക, അതാണ് അവന് കിട്ടുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിന് ചെലവിന് അയച്ചു കൊടുക്കുമ്പോൾ പോലും എനിക്കിതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മമാണ്, അതിനും പ്രതിഫലമുണ്ട്. അബൂ മസ്ഊദ് ബദരി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇദാ അൻഫഖ അർ-റജുലു അലാ അഹ്ലിഹി നഫഖതൻ വഹുവ യഹ്തസിബുഹാ ഫഹിയ ലഹു സദഖ. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരാള് തന്റെ ഭാര്യയ്ക്ക് ചെലവിന് അയച്ചു കൊടുക്കുന്നു, തന്റെ ഭാര്യക്കതാ ചെലവിന് കൊടുക്കുന്നു. ആ ചെലവിന് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വഹുവ, നമ്മൾ വിശദീകരിച്ചതുപോലെ വഹുവ യഹ്തസിബുഹാ, അതിലൂടെ അള്ളാന്റെ അടുക്കൽ എനിക്ക് പരലോകത്ത് കൂലി കിട്ടണം എന്ന ഉദ്ദേശത്തോടെ ആണെങ്കിൽ അതാ നിയ്യത്ത് വേണം എന്ന് പറഞ്ഞത്. ഇഹ്തിസാബ് വേണം, പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശം വേണം. പരിശുദ്ധ ഖുർആൻ റമളാനെ പറ്റി പറഞ്ഞില്ല, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തോടെയും റമളാനിൽ നിസ്കരിച്ചാൽ, റമളാനിൽ നോമ്പെടുത്താൽ എന്നൊക്കെ കാണാലോ. അതേപോലെ തന്നെ കുടുംബത്തിന് ചെലവിനയച്ചു കൊടുക്കുമ്പോൾ എനിക്കിതുകൊണ്ട് പരലോകത്തെ പ്രതിഫലം കിട്ടണേ എന്ന സദുദ്ദേശത്തോടു കൂടിയാണ് ഒരാളത് ചെയ്യുന്നതെങ്കിൽ ഫഹിയ ലഹു സദഖ, അതവന് ധർമ്മമാണ്, അത് സദഖയാണ്, അത് പുണ്യകർമ്മമാണ്. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വമഹ്മാ അൻഫഖത ഫഹുവ ലക സദഖത്തുൻ ഹത്തൽ ലുഖ്മത തർഫഉഹാ ഫീ ഇംറഅതിക. നീ നിന്റെ കുടുംബത്തിന് എന്ത് ചെലവഴിക്കുന്നതും നിനക്ക് ധർമ്മമാണ്. നിന്റെ കുടുംബത്തിന് എന്ത് ചെലവഴിക്കുന്നതും നിനക്ക് ധർമ്മമാണ്, സദഖയാണ്. എത്രത്തോളം ഹത്തൽ ലുഖ്മത തർഫഉഹാ, ഒരു ഭക്ഷണത്തിന്റെ ഒരു പിടി ഭക്ഷണം, ഒരു ഉരുള, ഒരൽപ്പം ഭക്ഷണം, തർഫഉഹാ ഫീ ഇംറഅതിക, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായയിലേക്ക് ഒരു പിടി ഭക്ഷണം നീ വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലും നിനക്ക് ധർമ്മമാണ്, അതുപോലും പുണ്യകർമ്മമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ ഇതൊക്കെ മനസ്സിൽ വെക്കുമ്പോ നമ്മൾ കൃത്യമായിട്ട് ചെലവഴിക്കും. എന്നാൽ ഇസ്ലാം പറഞ്ഞു, ധൂർത്തടിക്കരുത്. അനാവശ്യത്തിലേക്ക് ഒരു ഫിൽസ് കൊടുത്താലും അത് ധൂർത്താണ്. എന്താ ഈ ധൂർത്തിന്റെ മാനദണ്ഡം? ധൂർത്തിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അനാവശ്യത്തിലേക്ക് ഒരു ഫിൽസാണ് കൊടുക്കുന്നതെങ്കിലും അത് ധൂർത്തടിക്കലാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര സംഖ്യ കൊടുക്കല ധൂർത്താവുക, അല്ല. ആവശ്യത്തിന് നീ എത്ര കൊടുത്താലും ഒരു ധൂർത്തല്ല. അനാവശ്യത്തിലേക്ക് നീ ഒരു ഫിൽസാണ് കൊടുക്കുന്നത് അത് ധൂർത്തിൽപ്പെടും. നമ്മളെല്ലാവരും പഠിച്ചു വെച്ചോളി. നാട്ടിൽ നിന്ന് എന്താവശ്യപ്പെടുമ്പോഴും ഇങ്ങനെ അയച്ചു കൊടുക്കണ്ട. എല്ലാ മാമൂലിനും എല്ലാ തോന്നിവാസത്തിനും ഓരോരുത്തരും സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടും അന്തസ് നിലനിർത്താനെന്ന് പറഞ്ഞിട്ടൊക്കെ തോന്നിവാസത്തിന് വേണ്ടി ഒരുപാട് ആവശ്യപ്പെടും. ചെലവഴി കൊടുത്തുപോകരുത്. എന്താ കൊടുത്താ കബറ് കിടക്കാൻ സുഖം ഉണ്ടാവില്ല. ഈ ചോദിച്ചവനൊന്നും അവിടെ വക്കാലത്തായിട്ട് വരില്ല. ചെലവഴി ഉണ്ടാക്കിയ പണം നിങ്ങളുടേതാണ്, ചെലവഴിക്കുന്നത് നിങ്ങളാണ്. ചോദ്യം നിങ്ങളോടാ വരിക. പരലോകത്ത് വെച്ച് ചോദ്യം ആരോടാ വരിക? ഒരു മനുഷ്യനോട് ചോദിക്കും, അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ടാകും. എവിടുന്നാ കിട്ടിയത്? അപ്പൊ കിട്ടിയ വഴി അവിടെ പറയേണ്ടി വരും. ഏത് മാർഗത്തിലേക്കാണ് വിനിമയം നടത്തിയത്, ചെലവഴിച്ചത്, കൊടുത്ത വഴിയും അവിടെ കണക്ക് പറയേണ്ടി വരും. ആ ഓർമ്മ വേണം. നാട്ടിൽ നിന്ന് എന്താവശ്യം, എന്നിട്ട് കത്ത് വായിക്കുമ്പോഴും ഫോൺ വായിക്കുമ്പോഴും ഇമെയിൽ വായിക്കുമ്പോഴും സ്കൈപ്പിലൂടെ കേൾക്കുമ്പോഴൊക്കെ ആ ചിന്ത വേണം. അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നപ്പോ ചിന്ത വേണം, ഇത് കണക്ക് പറയേണ്ടത് ഞാനാണ്. അത് വളരെ ഗൗരവമാണ്. അതവസരത്തിൽ ആവശ്യത്തിന് നീ കൊടുക്കുന്നതൊക്കെ നിനക്ക് സദഖയാണ്, പുണ്യകർമ്മമാണ്. ഒരിക്കലും ആ രംഗത്ത് നമ്മൾ പിശിക്കാൻ പാടില്ല. ആവശ്യങ്ങളെ അവഗണിക്കാനും പാടില്ല. തന്റെ കഴിവിനനുസരിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കണം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. അതിലൊക്കെ തനിക്ക് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാൽ
യഹ്തസിബുഹാ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കുന്നത് മുഴുവനും നിനക്ക് ധർമ്മമാണ്, സദഖയാണ്. അവിടെ ഞാൻ സദഖ മതിയെന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെ കുറെ ആൾക്കാർ ഇനിയിപ്പത് കേട്ടാ ഇത്ര മുന്തിയ സദഖ ഉണ്ടായിട്ടപ്പോ നമ്മൾ പള്ളിക്ക് കൊടുക്കുന്നു, മദ്രസക്ക് കൊടുക്കുന്നു, ഇനി ഒരു പ്രൊജക്ടിന് ഒന്നും കൊടുക്കേണ്ടെന്നാണ് വിചാരം. പ്രൊജക്ടുകൾ ഇസ്ലാമികമായിട്ട് പള്ളികൾ വേണ്ടിവരും, മദ്രസകൾ വേണം, സംവിധാനം വേണം. പള്ളി ഉണ്ടാക്കണമെങ്കിൽ അതിന് സ്ഥലം വേണം, മദ്രസക്ക് സ്ഥലം വേണം, സംവിധാനങ്ങളുണ്ട്. അതിന് നാട്ടിൽ നിന്നും ഇവിടുന്നൊക്കെ പല സഹോദരങ്ങളും വരും. അതൊക്കെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൊടുക്കുകയും വേണം. കൊടുക്കുമ്പോഴേ അല്ലാഹു തആല കൂടുതൽ നമുക്ക് തരുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇനിയിപ്പോ കുടുംബത്തിന് അയച്ചു കൊടുത്താൽ മതി എന്നും ഇനി കുടുംബത്തിന് അയച്ചു കൊടുത്താൽ അഅ്ളമുഹാ അജ്റൻ എന്നല്ലേ മൗലവി ക്ലാസ്സിൽ പറഞ്ഞത്. ഏറ്റവും പുണ്യമുള്ളത് വീട്ടിൽ അയച്ചു കൊടുക്കുന്നതാണ് അല്ലേ. പിന്നെ അത് മതിയെന്നൊന്നും ആരും വിചാരിക്കേണ്ട, അതിന്റെ പ്രാധാന്യം പറഞ്ഞതാണ്. അതും വേണം, ഇതും വേണം, എല്ലാം വേണം. അവിടെയൊക്കെ നമ്മൾ നമ്മുടേതായ ബാധ്യതകൾ നിർവഹിക്കണം. ഇനി സഹോദരന്മാരെ, അപ്പൊ സാമ്പത്തികമായ കാര്യം അങ്ങനെ പറഞ്ഞു. ഇനി അതാ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ഏറ്റവും നല്ല പെരുമാറ്റം പെരുമാറണേ. വഅശിറൂഹുന്ന ബിൽ മഅറൂഫി, വെറും സമ്പത്ത് കൊടുക്കൽ മാത്രമല്ല, സമ്പത്ത് കൊടുക്കൽ മാത്രമല്ല, നല്ല പെരുമാറ്റത്തിന് വലിയ വെയിറ്റാണ് ഇസ്ലാമിലുള്ളത്. മനുഷ്യന്മാരുടെ ഇടയിലും അതിനെ വെയിറ്റ്. ഒരാള്, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഇഷ്ടം പോലെ പൈസ കൊടുക്കും, ഭക്ഷണം കൊടുക്കും, സംവിധാനമൊക്കെ കൊടുക്കും. പക്ഷേ എപ്പോഴും ഭയങ്കര കൊരച്ച് ചാടി ഭയങ്കര ഗൗരവത്തിലുള്ളെങ്കിൽ ആ പെണ്ണിന് ഇതൊന്നും ആവശ്യമുണ്ടാവില്ല. അതുകൊണ്ട് സമാധാനപൂർണമായ നല്ല പെരുമാറ്റം ഇസ്ലാം പറയുന്നത്. പെരുമാറ്റം, നല്ല വാക്ക്, നല്ല പെരുമാറ്റം. ഇല്ലെങ്കിലും ഇല്ല എന്ന് പറയുന്നതിനുണ്ട് ഒരു ശൈലി. ആ രൂപത്തിൽ വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് വർത്തിക്കണേ. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്, നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണം. ഏതൊരു ഭാര്യയും ഒരു ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്, നല്ല പെരുമാറ്റം. കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞാലും വിരോധമല്ല, നല്ലൊരു പെരുമാറ്റം, നല്ലൊരു വാക്ക്, നല്ലൊരു ഇടപെടൽ, നല്ലൊരു സംസാരം. തന്റെ കൂടെ കഴിയാനും തന്നെ ഓർക്കാനും തന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കാനൊക്കെ ഭർത്താവ് സമയം കാണുന്നുണ്ട് എന്നൊരു ഭാര്യയ്ക്ക് തോന്നണം. ഇനിയിപ്പോ ഇന്നെവിടെ സമയം? വലത്തേ കയ്യിലും ഇടത്തേ കയ്യിലും മൊബൈലും കണ്ടാ വീട്ടിൽ കയറി ചെല്ലുന്നേ. അപ്പോഴൊക്കെ കോളൊന്നും വലത്തേത് വെച്ചു ഇടത്തേത് വെച്ചു. ഭാര്യ എന്തോ പറയുന്നത് അവള് കേൾക്കുന്നതിനല്ല, രണ്ടാമതും പറഞ്ഞ നമ്മൾ ദേഷ്യം പിടിച്ചു. അപ്പൊ പ്രശ്നങ്ങളായി പറയും. സൗകര്യങ്ങളൊക്കെ കൂടിയപ്പോ ബന്ധങ്ങളൊക്കെ അറ്റുപോകാനും തുടങ്ങി. ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്തുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങളൊന്നും ഇല്ലാതെയാവുകയാണ്. അതൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കാൻ ഇസ്ലാം പറഞ്ഞു, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ഏറ്റവും മെച്ചപ്പെട്ട നിലക്കുള്ള ഇടപെടലുകൾ ഇടപെടണേ. നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണേ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അവരിൽ നിന്ന് പ്രയാസകരമായി തോന്നിയാലും فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. നിങ്ങൾ അവരെ വെറുക്കുന്നുവെങ്കിൽ, നിങ്ങൾ വെറുക്കുന്ന കാര്യമുണ്ടാകില്ലേ, അതിൽ നിങ്ങൾക്കൊരുപാട് ഖൈർ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒരു വല്ലാത്ത പ്രയോഗങ്ങളാണ്. നമുക്കത് വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത അവസരത്തിൽ നമുക്കത് വിശദീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും ഇസ്ലാമികമായ നിയമങ്ങളെ അതിന്റെ യഥാവിധി പാലിക്കുവാനും മുന്നോട്ട് വരുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സമാധാനപൂർണമായ ഒരു കുടുംബജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. തഖ്വയും അടച്ചവനെ പേടിയുമുള്ള കുടുംബാന്തരീക്ഷങ്ങൾ നമ്മിൽ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.